കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രായമായതിനെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം മരണപ്പെടുകയുണ്ടായി. 1932 അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസിന്റെ ഭാഗമായ ഗാല എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് DPhil എടുത്തു. പഠനം കഴിഞ്ഞ് സാമ്പത്തിക ശാസ്ത്രാധ്യാപകനായും ബാങ്ക് ഉദ്യോഗസ്ഥനായും ജോലി ചെയ്ത് സാമ്പത്തിക മേഖലയിൽ ധാരാളം പരിചയസമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. റിസർവ് ബാങ്ക് ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷൻ, ഗതാഗത വകുപ്പിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ, ഇന്ത്യൻ ധനകാര്യമന്ത്രി, അങ്ങനെ പല പദവികളിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചൊരാൾ. 1991 നമ്മുടെ രാജ്യം ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയിലൂടെ കടന്നുപോയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ നരസിംഹറാവുവിനോടൊപ്പം രാജ്യത്തെ സാമ്പത്തിക അടിത്തറ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2004 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ചപ്പോൾ പലരും അദ്ദേഹത്തെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്: ഞാൻ എങ്ങനെ വന്നു എന്നതല്ല, ഞാൻ എന്തു ചെയ്തു എന്നതിലാണ് എന്നെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററിൽ നിന്ന് അമേസിംഗ് പ്രൈം മിനിസ്റ്ററിലേക്ക് എത്തിക്കുന്നതെന്ന്. 10 വർഷത്തെ പ്രധാനമന്ത്രി കാലത്തിൽ നിരവധി പ്രതിഷേധങ്ങളും അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നെങ്കിലും രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ മൻമോഹൻ സിംഗ് തന്റേതായ അടയാളം പതിപ്പിച്ചിട്ട് തന്നെയാണ് യാത്രയായത്.